മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത രണ്ട് മുഖങ്ങളാണ്. ഒന്ന് മന്ത്രി ജി ആർ അനിൽ, രണ്ടാമത്തേത് നിലവിലെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവി. രണ്ടുപേരും നേരത്തെ തന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തിയതാണ്. ഇപ്പോൾ കൗതുകം എന്ന് പറയുന്നത് മന്ത്രി തന്നെ എത്തുന്നു ഭാര്യയുടെ സത്യപ്രതിജ്ഞ കാണാൻ എന്നുള്ളതാണ്. ഇതിൽ ഒരു കൗതുകം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിനെ സംബന്ധിച്ചുണ്ട്, നിങ്ങൾക്കിടയിലില്ല. ഞങ്ങൾ രണ്ടുപേരും എത്രയോ വർഷക്കാലമായി പൊതുപ്രവർത്തന രംഗത്താണ്. ഓരോ ഘട്ടത്തിൽ ഓരോ ചുമതല നിർവഹിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കോർപ്പറേഷനിൽ കൗൺസിലറായിട്ടുണ്ട്, ചെയർമാനായിട്ടുണ്ട്. 10 വർഷക്കാലം ആ കാലയളവിൽ തന്നെ ലത MLA ആയിട്ടുണ്ട്. ഇതെല്ലാം പാർട്ടി ചുമതലപ്പെടുന്ന ചുമതല നിർവഹിക്കുന്നതിനപ്പുറത്ത് മറ്റൊന്നും ഞങ്ങൾക്ക് തോന്നാറില്ല. ജനങ്ങളുടെ പരമാവധി സഹായിക്കുന്ന അത്തരം സേവനങ്ങൾ ആത്മാർത്ഥമായി നടത്തിയതിന്റെ അനുഭവമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളത്. എങ്ങനെയുണ്ട്? ഒരു പുതിയ ചുമതലയാണ്. പുതിയ ചുമതല MLA എന്നുള്ള നിലയ്ക്കുള്ള ചുമതലയേക്കാൾ കൂടുതൽ ജനങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഒരവസരമായിട്ടാണ് കാണുന്നത്. ആ നിലയ്ക്ക് കൂടുതൽ സമയം പൊതുരംഗത്ത് ചെലവഴിക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും അവസരത്തിന് ഒത്ത് ഉയർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി പരിശ്രമം നടത്തും. രണ്ട് മന്ത്രിയുടെ തിരക്കിനിടയിൽ രണ്ടുപേരുടെ ഒരുമിച്ച് കാണുന്ന മുഹൂർത്തങ്ങളൊക്കെ വളരെ കുറവായി. ഇതിനിടയ്ക്ക് കടയ്ക്കലിന്റെ ചുമതലയടക്കം ലഭിക്കുകയും ചെയ്തിരുന്നു. അത് ഞങ്ങൾ പണ്ട് തൊട്ടേ അത് പേഴ്സണലായിട്ട് അങ്ങ് വിട്ടാൽ മതി. ഞങ്ങൾ പേഴ്സണൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നാറില്ല. ഞങ്ങൾ അതിനൊക്കെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തിരുവനന്തപുരത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന സമയത്താണെന്ന് തോന്നുന്നില്ലേക്ക്. അതെ, പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇതുപോലെ തിരക്കുണ്ടായിരുന്നു, ഇതിനേക്കാൾ തിരക്കായിരുന്നു. മന്ത്രി എന്ന നിലയിലും എല്ലാ ദിവസവും പൂർണ്ണ സമയം, വളരെ താമസം രാത്രി വരെ ഈ പ്രവർത്തനങ്ങളിൽ നിരതനായി പോകുന്ന അവസ്ഥ. ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായി. അത് ആത്മാർത്ഥമായി സത്യസന്ധമായി നിർവഹിക്കുകയാണ് ഞങ്ങളുടെ ചുമതല. അത് ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനിയും അങ്ങനെ ആയിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക, അതാത് കാലങ്ങളിൽ പാർട്ടി ഏർപ്പെടുത്തുന്ന ചുമതലകൾക്കനുസരിച്ചാണ് അത് നിർവഹിച്ചു വരുന്നത്. അതിപ്പോൾ തുടങ്ങിയതൊന്നുമല്ല. അത് ഞങ്ങൾ ഓർമ്മ വെച്ച നാൾ മുതൽ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ആരംഭിച്ചു. ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞതിന് ശേഷം അത് അതേ തരത്തിൽ തന്നെ നിലനിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. കുടുംബത്തെ സംബന്ധിച്ചൊരു പുതിയ കാര്യമല്ല, ഇതൊരു പുതിയ കാര്യമല്ല. പിന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ അനുസരിച്ചിട്ടുള്ള രീതിയിൽ അത് നല്ല രീതിയിൽ നിർവഹിക്കാൻ പറ്റണം എന്നുള്ളൊരു ഒരുമിച്ച് കിട്ടാനാണ് പാട്. ഇല്ല, അങ്ങനെയല്ല. ഇവർ രണ്ടുപേരും ആ ഒരു ബാലൻസ് എപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവരെ ആവശ്യമുള്ള സമയത്ത് അവരെപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്നെ വളർത്തിക്കൊണ്ട് വരാനും അവർ രണ്ടുപേരും ഒരുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ആർക്കാണോ ആ സമയത്ത് അവൈലബിൾ ആവാൻ പറ്റുക അത് അവർ കൃത്യമായിട്ട് തന്നെ നടത്തിയിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസം ഇല്ല. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം അത് നിർവഹിക്കുക മാത്രമാണ്, അതിനപ്പുറമുള്ള കൗതുകങ്ങളില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും പുതിയ ചുമതലകളിലേക്കാണ് എത്തുന്നത് ആർ ലതാദേവി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.